ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അടിച്ച് പൊളിച്ചിട്ടുള്ള ഒരു ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ കാണിക്കണത്. ഒരു ദിവസം ഞങ്ങൾ രാത്രി പൂച്ചിമാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാത്രി തൊട്ട് പിറ്റേന്ന് രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കണത്. ഇടയ്ക്കൊക്കെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ കൂടുമ്പോൾ അത് നല്ല രസമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാവരും കൂടാറുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഫുൾ ഫാമിലി ഇല്ല, പക്ഷേ ഉള്ളവരൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ അന്ന് പൂച്ചിമാടെ വീട്ടിൽ പോയതാണ് കേട്ടോ. അവിടെ എത്തി നമ്മൾ പൂത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലൊക്കെ ആയിരുന്നു കേട്ടോ അന്ന് രാത്രി. എന്തൊക്കെ പറഞ്ഞാലും വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ള 2 മാസങ്ങളാണ്. സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ വെക്കേഷൻ ആവാൻ കാത്തിരിക്കലേനു കേട്ടോ. കാരണം വെക്കേഷനായ അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് നമ്മൾ വിടും. അടിപൊളിയാണ്. പിന്നെ അവിടെ ഫുൾ കളികളൊക്കെ ആയിരിക്കും എല്ലാവരും കൂടെ കൂടിയിട്ട്. അതൊരു വല്ലാത്ത രസം തന്നെയാണ് കേട്ടോ. നമ്മുടെ തമാശകൾക്കും കളികൾക്കൊക്കെ കൂട്ടി നിൽക്കുന്ന ഗ്രാൻഡ് പാരൻസും കസിൻസൊക്കെ ആണ് നമുക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, അത് പിന്നെ വേറെ വൈബ് തന്നെയാണ്. ഇതൊക്കെ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് നിൽക്കലുണ്ടായിരുന്നു കേട്ടോ. വലുതായപ്പോഴാണ് ഞാൻ അധികം എവിടേക്കും പോവാണ്ടായത്. അതിപ്പോൾ ഞാനെന്നല്ല ഒട്ടുമിക്ക പേരും അങ്ങനെ തന്നെ ഇക്കാരല്ലേ. ഇതിപ്പോൾ ട്രിപ്പ് പോണ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, നമ്മൾ ഓരോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോണ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. വലുതായി കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ തന്നെ ഒതുക്കി നിർത്തുന്ന പോലെയാണല്ലേ. എൻ്റെ മെയിനായിട്ടുള്ള കാര്യം മടിയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മളെ തന്നെ ഉള്ള ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാനുള്ള ആ ഒരു മടി, അതാണ് എൻ്റെയൊക്കെ മെയിനായിട്ടുള്ള പ്രശ്നം. വലുതായി കഴിഞ്ഞാൽ പിന്നെ സമയപരിമിതികളാണ് നമ്മുടെയൊക്കെ പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും ഒഴിവുള്ള സമയങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളും കൂടിച്ചേരലൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കാനുള്ള ചില നിമിഷങ്ങളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ പൂത്തിരിൻ്റെ പടക്കത്തിൻ്റെ ഒക്കെ കാര്യം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഹൊറർ മൂവി കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു രാത്രി തന്നെ നമ്മൾ 2 ഹൊറർ മൂവിയാണ് അടുപ്പിച്ച് കണ്ടത്. ഓജാബോർഡും അതേപോലെ ഡെഡ് സൈലൻസ് പറഞ്ഞിട്ടുള്ള 2 മൂവീസാണ് കേട്ടോ കണ്ടത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അർസുട്ടിനെ ഉറക്കത്തിൽ നിന്ന് നീച്ച് വന്നിങ്ങനെ അവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പണ്ട് ഇവിടെ ഫുൾ മരങ്ങളും കാടും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ. ഇതിനേക്കാളും മരങ്ങളും കാടൊക്കെ ഉണ്ടായിന്. അന്ന് നല്ല രസമായിരുന്നു. നല്ല രാവിലെ പിന്നെ കുറച്ച് തണുപ്പൊക്കെ ഉള്ള ടൈമാണെങ്കിൽ മഞ്ഞും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചൂടിൻ്റെ സമയം കൂടെ ആയതുകൊണ്ട് ഒക്കെ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങിയ പോലെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ കുറേ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ പണ്ട് കുളം അതേപോലെ ഒരു ഫാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നല്ല രസമുള്ളൊരു വ്യൂ ആട്ടോ ഇവിടുന്ന് ഇങ്ങനെ കാണാൻ. അർജു ഒന്ന് നോക്കാവോ? അർജു ഫോണൊക്കെ ഒന്ന് കുറച്ച് ചെറുതാക്കി.
ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം കുറേ സമയം സംസാരിച്ചിരിക്കലും പാട്ടുപാടലൊക്കെ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ചായ കുടിച്ചിട്ട് നേരെ പോണത് ഒരു അടിപൊളിയായിട്ടുള്ള സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. സ്പോട്ട് എന്ന് പറയുമ്പോൾ മൂത്താപ്പാൻ്റെ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. സംഭവം അതൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ വെറുതെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അങ്ങനെ ഇതാന്ന് പറഞ്ഞപ്പോത്തിന് നമ്മളെ ഒരു ദിവസം അങ്ങോട്ട് പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടോ. അങ്ങനെ അന്ന് രാത്രിക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതൊക്കെ ആയിരുന്നു ആ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.